എല്ലാവർക്കും ക്വിസ് മീഡിയയിലേക്ക് സ്വാഗതം. അക്ഷരമുറ്റം ക്വിസിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി സഹായകരമായ ചോദ്യോത്തരങ്ങളാണ് ഞാൻ നിങ്ങൾക്കായി ഇന്ന് അവതരിപ്പിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ ഫിലമെൻറ്റ് ബൾബ് ഫ്രീ പഞ്ചായത്ത്? ഉത്തരം പീലിക്കോട്. 2024 വനിതാ T20 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കിരീട ജേതാക്കൾ ആരാണ്? ഉത്തരം ശ്രീലങ്ക. 2024 വനിതാ T20 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെൻറ്റിന് വേദിയായ രാജ്യം? ഉത്തരം ശ്രീലങ്ക. ഇന്ത്യയിൽ ദേശീയ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിക്കപ്പെട്ട തീയതി? ഉത്തരം ആഗസ്റ്റ് 23. കേരള പോലീസിൻ്റെ കീഴിൽ ഉദ്യോഗസ്ഥർക്കും കുടുംബങ്ങൾക്കും പ്രത്യേക പരാതി പരിഹാര പദ്ധതി ഏതാണ്? ഉത്തരം കരുതൽ പദ്ധതി. പാരീസ് ഒളിമ്പിക്സിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ ഏത് രാജ്യത്തിൻ്റെ സംഘത്തെയാണ് തെറ്റായി മറ്റൊരു രാജ്യത്തിൻ്റെ സംഘത്തിൻ്റെ പേരിൽ അവതരിപ്പിച്ചതിനെ തുടർന്ന് പ്രതിഷേധത്തിന് ഇടയാക്കിയത്? ഉത്തരം ദക്ഷിണ കൊറിയ. ഉത്തര കൊറിയ എന്ന പേരിലാണ് ആ രാജ്യത്തിൻ്റെ സംഘത്തെ അഭിസംബോധന ചെയ്തത്. ചരിത്രത്തിൽ ആദ്യമായി ഒളിമ്പിക്സ് ഉദ്ഘാടനം തുറന്ന വേദിയിലാണ് പാരീസിൽ നടന്നത്. ഏത് നദിയിലൂടെയാണ് താരങ്ങളുടെ മാർച്ച് പാസ്റ്റ് നടന്നത്? ഉത്തരം സെൻ നദി. 2024 ജൂലൈയിൽ ഏത് ഇന്ത്യൻ താരത്തിൻ്റെ ചിത്രം പതിച്ച സ്വർണ്ണ നാണയമാണ് ഫ്രഞ്ച് മ്യൂസിയമായ ഗ്രവിൻ പുറത്തിറക്കിയത്? ഉത്തരം ഷാരൂഖ് ഖാൻ. ഇത്തരത്തിൽ ആദരവ് ലഭിക്കുന്ന ആദ്യ ഇന്ത്യൻ നടനാണ് അദ്ദേഹം. പീഡനത്തിനിരയാകുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും പിന്തുണയും പരിചരണവും നൽകുന്നതിനും അടിയന്തര ഘട്ടങ്ങളിൽ താമസിപ്പിക്കാനും ആരംഭിച്ച പദ്ധതി? ഉത്തരം സഖി വൺ സ്റ്റോപ്പ്. ഏത് രോഗത്തിനെതിരെ കുടുംബശ്രീ ആരംഭിച്ച ബോധവൽക്കരണ ക്യാമ്പയിനാണ് ശ്രദ്ധ? ഉത്തരം അർബുദം. ഏകദിന ക്രിക്കറ്റിൽ അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ 7 വിക്കറ്റുകൾ നേടി ലോക റെക്കോർഡ് നേടിയ താരം ആരാണ്? ഉത്തരം ചാർലി കാസൽ. ആദിവാസികൾക്ക് ഭൂരിപക്ഷമുള്ള ഗ്രാമങ്ങളിലും സാമൂഹിക സാമ്പത്തിക സൂചികയിലും പിന്നോക്കം നിൽക്കുന്ന ജില്ലകളിലുള്ള ആദിവാസി കുടുംബങ്ങൾക്ക് വേണ്ടി ബജറ്റിൽ അവതരിപ്പിച്ച പദ്ധതി ഏതാണ്? ഉത്തരം പ്രധാനമന്ത്രി ജൻജാതീയ ഉന്നത് ഗ്രാം അഭിയാൻ. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ പരമോന്നത പുരസ്കാരമായ ഒളിമ്പിക് ഓർഡർ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ ഷൂട്ടിംഗ് താരം ആരാണ്? ഉത്തരം അഭിനവ് മിന്ദ്ര. ലോകത്താദ്യമായി ബയോമെട്രിക് സ്മാർട്ട് ട്രാവൽ രീതി നടപ്പിലാക്കിയ വിമാനത്താവളം? ഉത്തരം അബുദാബിയിലെ സയ്യിദ് അന്താരാഷ്ട്ര വിമാനത്താവളം. അന്തരീക്ഷ ഓക്സിജൻ സ്വീകരിച്ച് പറക്കുന്ന ISROയുടെ ആദ്യ റോക്കറ്റ്? ഉത്തരം ATV റോക്കറ്റ്. ATVയുടെ പൂർണ്ണരൂപം അഡ്വാൻസ്ഡ് ടെക്നോളജി വെഹിക്കിൾ. അമീബിക് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ട് പ്രത്യേക മാർഗരേഖ പുറത്തിറക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം? ഉത്തരം കേരളം. പാരീസ് ഒളിമ്പിക്സിലെ നീന്തൽ മത്സരങ്ങൾ നിയന്ത്രിക്കുന്നതിനുള്ള റഫറി പാനലിൽ ഉൾപ്പെട്ട മലയാളി ആരാണ്?
ഉത്തരം എസ് രാജീവ്. മണിക്കൂറിൽ 11 ലക്ഷത്തിലധികം വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ച് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് നേടിയത്? ഉത്തരം ജമ്മു കാശ്മീർ. രാജ്യത്തെ ആദ്യ മഴമാപിനി വെബ്സൈറ്റ് സ്ഥാപിതമായത് എവിടെയാണ്? ഉത്തരം വയനാട്. രാജ്യത്തിൻ്റെ 78ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷ പ്രമേയം എന്താണ്? ഉത്തരം വികസിത ഭാരതം. 2024 പാരീസ് ഒളിമ്പിക്സിൽ ആദ്യ സ്വർണം കരസ്ഥമാക്കിയത് ആരാണ്? ഉത്തരം ഹുവാങ് യൂട്ടിങ്ങും ഷെങ് ലിഹാവോയും. 2024 ജൂലൈയിൽ മൈക്രോസോഫ്റ്റിന് ഉണ്ടായ സാങ്കേതിക തകരാർ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഉത്തരം ബ്ലൂ സ്ക്രീൻ ഓഫ് ഡെത്ത്. മ്യൂസിയം മൃഗശാല വകുപ്പിന് കീഴിൽ സംസ്ഥാനത്തെ ആദ്യത്തെ സൂ സഫാരി പാർക്ക് നിലവിൽ വരുന്നതെവിടെ? ഉത്തരം കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യ മെഡൽ നേടിയതും ഒരു ഒളിമ്പിക്സിൽ ഇന്ത്യക്കായി ആദ്യമായി 2 മെഡൽ നേടിയ കായിക താരവും ഒരാളാണ്. ഉത്തരം മനു ഭാക്കർ. എയർ ഇന്ത്യയുടെ ആഗോള സോഫ്റ്റ്വെയർ വികസന കേന്ദ്രം നിലവിൽ വരുന്ന കേരളത്തിലെ നഗരം? ഉത്തരം കൊച്ചി. കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ പുതിയ ചെയർപേഴ്സണായി ചുമതലയേറ്റത്? ഉത്തരം വിമല വിജയഭാസ്കർ. നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ നയതന്ത്ര പ്രതിനിധി? ഉത്തരം വിക്ടോറിയ ഷീ. എഡ്മണ്ട് ഹില്ലരിയും ടെൻസിംഗ് നോർഗിയും എവറസ്റ്റ് കീഴടക്കിയ വർഷം എന്നാണ്? ഉത്തരം 1953. ലോക ഹീമോഫീലിയ ദിനം എന്നാണ്? ഉത്തരം ഏപ്രിൽ 17.